എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന +1 ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കേണ്ടത്, അതിനുള്ള വെബ്സൈറ്റ് ഏതാണ് എന്നൊക്കെ സംശയമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് +1 അലോട്ട്മെൻറ്റുകളുമായി എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്പസമയം മുമ്പാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അത് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഒരു കാര്യം കൂടെ, ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിലും ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിലും നിരവധി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റുകളും ആ ഒരു അലോട്ട്മെൻറ്റുകൾ പ്രഖ്യാപിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിച്ചു തന്നുകൊണ്ട് ഞാനും ഈ ചാനലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വിവരം പരമാവധി നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം, മാത്രമല്ല അതിൻ്റെ വെബ്സൈറ്റ് ഏതാണ് എന്നുള്ള കാര്യം കൃത്യമായ ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. ഇതിനായി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ HSCAP എന്ന് പറയുന്ന നമ്മളുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഈ 3 വിവരങ്ങളും ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ പാസ്വേഡ് അറിയില്ല അല്ലെങ്കിൽ മറന്നുപോയി എങ്കിൽ ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ 3 വിവരങ്ങളും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യപ്പെടുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും മുകളിലായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതിന് താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യവും കാണാൻ സാധിക്കും. ഇവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവന്ന കളറിൽ അവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് അറിയാനായി താഴെ കാണുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ പേരും അതേപോലെ താഴെ ആപ്ലിക്കേഷൻ നമ്പറും അതിനും താഴെ നമ്മുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ, അതായത് ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, എത്രാമത്തെ ഓപ്ഷനിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇനി വീണ്ടും ഈ പേജിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ സ്കൂളിലെയും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള വിവിധ സ്കൂളുകളിലെ നിങ്ങളുടെ റാങ്ക് കാണാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും.